കൊച്ചിയിലെ 25 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കോഴിക്കോട് ഫ്ളാറ്റ് എടുത്താണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെയും സിം കാർഡുകളുടെയും ദൃശ്യങ്ങൾ 24-ന്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കാം. ഇതാണ് ആ ദൃശ്യങ്ങളും മൊബൈൽ ഫോണുകളും ഒക്കെ തന്നെ. ഓൺലൈൻ തട്ടിപ്പിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് പറയുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ. കാര്യം വലിയ വീരന്മാർ തന്നെ ഇവന്മാർ. ഗുഡ് മോർണിംഗ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ഓൺലൈൻ തട്ടിപ്പാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ 4 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ അറസ്റ്റ് രേഖപ്പെടുത്തിയ 3 പേരെ കോഴിക്കോട് ഫ്ളാറ്റ് എടുത്ത് വെച്ചാണ് അവർ ഈ തട്ടിപ്പ് നടത്തിയിരുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ആ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കളാണിത്. 50ഓളം മൊബൈൽ ഫോണുകൾ, 200ഓളം സിം കാർഡുകൾ, 100ഓളം വരുന്ന പാസ്ബുക്കുകളാണ് ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത്. ഒരു വലിയ ശൃംഖല തന്നെ ഇവർ സൃഷ്ടിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇവരിൽ നിന്ന് 3-ാം നിരയിലേക്ക് കടക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അത് സൈപ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യത ഇവർ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. അത് അടുത്ത് തന്നെ ഈ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് ഇവർ അക്കൗണ്ടുകൾ എടുത്ത് നൽകിയിരുന്നത് ആളുകൾക്ക്. ഒരുപക്ഷെ ഈ തട്ടിപ്പിന്റെ എന്താണെന്ന് പോലും അറിയാത്ത ആളുകളെ സമീപിക്കുകയും അവർക്ക് ഒരു 5,000-ഓ 20,000-ഓ ഒക്കെ രൂപ കൊടുത്ത് അവരുടെ പേരിൽ അക്കൗണ്ട് എടുത്ത ആ അക്കൗണ്ടിന്റെ പാസ്ബുക്കും അതോടൊപ്പം ATM കാർഡും ഒക്കെ ഇവർ കൈവശം വെക്കും. അങ്ങനെ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ഈ അക്കൗണ്ടിലേക്കാണ് എത്തുക. സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഒന്നും അറിയാത്ത ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുണ്ട്. മ്യൂൾ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച ബോധവൽക്കരണം നൽകാനും പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട്. 25 കോടിയുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേസിൽ നിർണായക അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. അതിൽ തുടർ അറസ്റ്റുകൾക്കുള്ള സാധ്യതയും നിലവിലുണ്ട്. ഓഫീസ് എടുത്താണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നതെന്നുള്ളതും ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണ്. വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.